വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ഭയമില്ലാതെ വേണം നമ്മൾ പരീക്ഷയെ സമീപിക്കുക. മാതാപിതാക്കളാണ് ശരിക്കും എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്. അവരുടെ മാതൃകയാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. വൈദികരുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, അവരുടെ ഒരു നേതൃത്വം, ഒരു സമീപനം നമുക്ക് കിട്ടാനിടയായത് വലിയൊരു ഭാഗ്യം. നോക്കാതെ വികാരിയായിട്ട് എത്തിയിരിക്കുന്ന വൈദികനുമായിട്ടുള്ള ഒരു ബന്ധം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതനുസരിച്ച് നമ്മുടെ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ വരെ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുക. നമ്മൾ ഏത് കാര്യങ്ങളിൽ ഒരു ആശ്രയത്വം ഉണ്ടാകുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ജീസസ് ദ സിഇഒയിലേക്ക് എല്ലാ ഷാലോം TV പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ വി ജോർജ് കുട്ടിയും കുടുംബവുമാണ്. ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. സാറിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ ഭാര്യ ജെസ്സി, 2 ആമക്കളാണുള്ളത്. മൂത്തയാൾ റൂർക്കി IIT MTech പഠിക്കുന്നു, 2ാം വർഷം. രണ്ടാമത്തെ ആൾ എറണാകുളം SH കോളേജിൽ BSc ഫിസിക്സിന് 1ാം വർഷം പഠിക്കുന്നു, ഡോൺജോ. മൂത്തയാളിൻ്റെ പേര് ദീപക്. സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സാറിൻ്റെ മാതാപിതാക്കൾ പകർന്നു നൽകിയ ആത്മീയ അടിസ്ഥാനം സാറിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹായകമായിട്ടുണ്ടെന്നുള്ളത്. സാറിന് ഇന്ന് 2 കുട്ടികളുണ്ട്. അവർക്ക് സാറ് എന്തു മാതൃകയാണ് കൊടുക്കുന്നത്? തീർച്ചയായും ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ 100% ട്രാൻസ്പെറൻ്റാണ്. ഞാൻ ഒരു കൊമേഴ്സുകാരനൊക്കെ ആയതുകൊണ്ട് സാധാരണ വളരെ കൃത്യമായിട്ട് കണക്കുകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ബുക്ക് എൻ്റെ മേശപ്പുറത്താണ് ഇരിക്കുക. അത് എൻ്റെ വരുമാനങ്ങൾ എൻ്റെ വീട്ടിലെല്ലാ അംഗങ്ങൾക്കും അറിയാം. എൻ്റെ അസറ്റും എല്ലാവർക്കും അറിയാം. എനിക്ക് കൊടുക്കാനുള്ളതും എല്ലാവർക്കും അറിയാം. ഒരു ട്രാൻസ്പെറൻസി എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ ഒരു സാമ്പത്തിക രംഗത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആക്യുറസി, അത് ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമതായി, ഒരിക്കലും ഞാൻ അവരുടെ ഒപ്പമായിരിക്കുന്ന സമയത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത് അവരാരായി തീരണം, അവരേത് നിലയിലെത്തിച്ചേരണം, അങ്ങനെയുള്ള ചർച്ചകൾ ഞങ്ങൾ തമ്മിൽ കുറവാണ്. മറിച്ച് പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും ഭാവിയിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, അടിസ്ഥാനപരമായ നമ്മുടെ സമീപനങ്ങൾ അതെന്തായിരിക്കണം, അത് അവരോട് ഷെയർ ചെയ്യും. അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ ഓരോ സാഹചര്യങ്ങളിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ കൊടുക്കുന്ന ഒരു സുവിശേഷം. സാറിപ്പോൾ പറഞ്ഞു പഠിക്കുന്ന കാലത്തുണ്ടാകേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും നമുക്ക് കുട്ടികൾക്ക് വേണ്ടത് വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർ നല്ല ഒരു ലക്ഷ്യം, മഹത്തരമായ ഒരു ലക്ഷ്യം അവരവരുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കണം. ഒരു ലക്ഷ്യബോധം ഉണ്ടാകും. അത് അവരെന്നും ഓർക്കുകയും താലോലിക്കുകയും അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഉന്നതമായ ഒരു ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കുകയും അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും അവന് കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കും. ഈ കഠിനാധ്വാനം ചെയ്യുന്ന രംഗത്ത് അത് പഠിക്കുമ്പോഴാണേലും പരീക്ഷ എഴുതുമ്പോഴാണേലും സത്യസന്ധമായിരിക്കുക, സത്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, ഏറ്റവും ഹോണസ്റ്റായിരിക്കുക. അതുപോലെ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള നമ്മുടെ വിശ്വാസം അതിലധിഷ്ഠിതമായിട്ട് പഠിക്കുക. അതാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഒരു മൂല്യം. അതാണ് എല്ലാം നമ്മുടെ വിശ്വാസങ്ങളിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ പഠിക്കുന്നിടത്തും പരീക്ഷ എഴുതുന്നിടത്തും കുട്ടികൾ വളർന്നു വരുന്നിടത്തും അവർക്ക് ഒന്ന് അവലംബിക്കാൻ സാധിക്കുക. അതാണ് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച്. അതിനവരെ പ്രാപ്തരാക്കുക, ആ ഒരു മൂല്യം അവരിലുണ്ടാവുക. അതാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു മൂല്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പിതാവെന്ന നിലയിൽ ജോർജ് കുട്ടി സാർ തൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു മാതാവെന്ന നിലയിൽ ഈ കുടുംബത്തെ മാഡം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുട്ടികളുടെ വേദപാഠ കാര്യങ്ങൾ, പിന്നെ അവർ പോകുന്ന സമയം, വരുന്ന സമയം, പിന്നെ അവർ പഠിക്കുന്നുണ്ടോ,
അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ കാര്യത്തിലും. സാറിൻ്റെ തിരക്കുള്ള ഒരു ഷെഡ്യൂളിനിടയ്ക്ക് മാഡമാണോ ഈ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകുന്നത്? അതെ അതെ, സാറിന് സമയം കിട്ടാതെ വരുമ്പോൾ സ്കൂളിൽ ആനിവേഴ്സറി അങ്ങനെയുള്ള PTA മീറ്റിങ് ഇതിലെല്ലാം ഞാൻ തന്നെയാണ് പോകാറുള്ളത്. പിള്ളേരുടെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ശരിക്കും നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ്. സാറ് കുറേ കാര്യങ്ങൾ സാറിൻ്റെ രീതികളും പ്രവർത്തനങ്ങളും പ്രവർത്തന മേഖലയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് മാഡത്തിന് കുടുംബകാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നേരം കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ സാറിനെ അടുത്ത് കിട്ടാറുണ്ടോ? ഉണ്ട്. ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നു? എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് സമയം വീട്ടുകാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കുട്ടികളുടെ കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും, യൂണിവേഴ്സിറ്റിയിലെ കാര്യം, അങ്ങനെ എല്ലാ കാര്യവും, നിസ്സാര കാര്യമാണേലും ചർച്ച ചെയ്യാറുണ്ട്. സാറ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ, പരീക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കുന്നു. ഒപ്പം 2 മക്കളുണ്ട്. ആ മക്കൾക്ക് സാർ ആക്സസിബിൾ ആണോ ഈ തിരക്കിനിടയ്ക്ക്? പരമാവധി നമ്മൾ ആക്സസിബിലിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവരുമായിട്ട് എന്നും എല്ലാ ദിവസവും അവരുമായിട്ട് സംസാരിക്കാതെ കിടന്നുറങ്ങാറില്ല. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കോള് എൻ്റെ മൂത്ത പുത്രനുള്ള കോളാണ്. അവനെ വിളിച്ച് മിക്കവാറും ഞാനങ്ങ് കിടക്കുകയായിരിക്കും ചെയ്യുക. അവൻ ലേറ്റ് ബെഡുകാരനാണ്. അപ്പോൾ അവനെ വിളിച്ച് ഞാനങ്ങോട്ട് കിടക്കും. പിന്നെ അവരുമായിട്ട് എപ്പോഴും ഞാൻ സംസാരിക്കുന്ന സമയത്തും എനിക്ക് അവരോട് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ. അത് ഉദാഹരണമാക്കുക, എന്നെ അനുകരിക്കാം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 2-3 പ്രാവശ്യം ആലോചിക്കണം. അങ്ങനെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവർക്ക് എൻ്റെ തിരക്കിൻ്റെ ഇടയിലും എന്നെ അവർക്ക് അനുഭവവേദ്യമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സാറിപ്പോൾ പറഞ്ഞു സാറിനെ മാതൃകയാക്കിക്കോളാൻ. സാറിന് ഇത്ര ധൈര്യത്തോടെ എങ്ങനെ പറയാൻ സാധിക്കുന്നു നിങ്ങൾ എന്നെ മാതൃകയാക്കിക്കോളാൻ? എനിക്ക് 100% ധൈര്യത്തോടെ എൻ്റെ 2 ആൺമക്കളോടും പറയാൻ പറ്റും. 100% അവർക്ക് എന്നെ അനുകരിക്കാം. ഞാൻ ചെയ്യുന്നത് എന്തും അവർ ചെയ്തോട്ടെ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്ന എൻ്റെ മക്കൾക്ക് ഞാൻ 100% അവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെ ശീലങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ വരുമാനങ്ങളും എൻ്റെ ജീവിത രീതികളും ഇതൊക്കെ എൻ്റെ മക്കൾക്കറിയാം. അപ്പോൾ അത് അവർക്ക് അനുകരിക്കാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നെനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് തീർച്ചയായിട്ടും എന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കുക, എന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തും എൻ്റെ ഏറ്റവും വലിയ ആത്മാഭിമാനവും എൻ്റെ ഒരു എൻ്റെ ഒരു കോൺഫിഡൻസ് അതാണ്. സാറിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എന്ത് സപ്പോർട്ടാണ് മാഡത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്? ഞാൻ എല്ലാ കാര്യത്തിലും സാറിന് സപ്പോർട്ടാണ്. രാവിലെ എണീറ്റ് മിക്കവാറും ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ്. അന്നേരം കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താണ് പോകുന്നത്. പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം ജോലി ചെയ്യുന്ന സമയത്തും സമയമായി ഓഫീസിൽ പോകാൻ സമയമായി അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തും. അന്നേരം അതെല്ലാം ഞാൻ ഓർപ്പിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞായിരുന്നു കുടുംബ പ്രാർത്ഥന. ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബജീവിതത്തിലുള്ള പങ്ക് എന്തുമാത്രമുണ്ട്? നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും പൊതുവായി ഒന്ന് പറയാമോ? പ്രാർത്ഥനയാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. അത് കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരു കുടുംബം അതിന് ജീവൻ കുറവായിരിക്കും. കുടുംബ പ്രാർത്ഥനയുടെ സമയത്താണ് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് വരും. ഇനി എന്തെങ്കിലും കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി ചെല്ലുന്നതോടുകൂടി ആ പിണക്കങ്ങളെല്ലാം അങ്ങ് മാറുകയാണ്. സ്തുതി ചൊല്ലി പരസ്പരം കൈ ചുംബിക്കുകയോ അല്ലെ മക്കളാണെങ്കിൽ അവർക്ക് ഉമ്മയോ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറുകയാണ്.
അപ്പം കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു നമുക്ക് വലിയൊരു എനർജി നൽകുന്ന കാര്യമാണ്. അതാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ അവസാനമായിട്ട് വരേണ്ടതും കുടുംബത്തിന് ഒരു റിഫ്രഷ്മെൻറ്റ് നൽകുന്നതും കുടുംബ ബന്ധങ്ങളെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതും നമ്മളെ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നയിക്കുന്നതും ഉറപ്പായിട്ടും കുടുംബ പ്രാർത്ഥനയാണ്. മേഡത്തിനും ഇതേ അഭിപ്രായമാണോ? അതോ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് എന്ത് പ്രചോദനം ആണ് മേഡത്തിന് ലഭിക്കുന്നത്? പ്രാർത്ഥന വഴി കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ഹസ്ബൻഡിന് ഞങ്ങളുടെ വിവാഹം നടന്നതും പിന്നെ മക്കളുണ്ടായതും എല്ലാം പ്രാർത്ഥന വഴി മാത്രം കിട്ടിയിട്ടുള്ളതാണ്. അനുഗ്രഹങ്ങൾ എല്ലാം കിട്ടിയ അനുഗ്രഹങ്ങൾ മൊത്തം പ്രാർത്ഥന വഴി കിട്ടിയതാണ്. മേഡം പറഞ്ഞു ഹസ്ബൻഡിനെ കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമാണെന്ന്. അതെ. അപ്പോൾ ഞാൻ പരീക്ഷാ കൺട്രോളറുടെ ശൈലിയിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഡോക്ടർ വി ജോർജ് കുട്ടി എന്ന ഒരു വ്യക്തിയെ ഒരു ആൻസർ ഷീറ്റാക്കി മേഡത്തിൻ്റെ കയ്യിൽ തന്നിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എത്ര മാർക്ക് കൊടുക്കും? എന്തുകൊണ്ട്? 90 മാർക്ക് കൊടുക്കും. 10 മാർക്ക് പോയി. ഓക്കെ, എന്തുകൊണ്ടാണ് ആ 90 മാർക്ക് കൊടുത്തത്? വാഗജയൻ്റെ ഓണസ്റ്റ്, സിസ്റ്റമാറ്റിക്കാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, പ്ലാനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഏറ്റവും. ഏത് ജോലി ഏറ്റെടുത്താലും അതെല്ലാം നല്ല ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇതുവരെ ഒരു ഏറ്റെടുത്ത ജോലിയിലൊന്നും ഒരു പരാജയം വരുത്തിയിട്ടില്ല, പരാജയം വന്നിട്ടില്ല. അപ്പോൾ മേഡം ഇപ്പോൾ പറഞ്ഞത് ഔദ്യോഗിക ജീവിതത്തിൻ്റെ കാര്യത്തിലാണ്. പിതാവ് എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ഒന്ന് വിശദീകരിക്കാമോ? പിള്ളേരുടെ എല്ലാ കാര്യത്തിലും അകജയം ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ഇനി അസുഖമാണെങ്കിൽ ആ കാര്യങ്ങൾ പിന്നെ മൂത്തയാളിവിടെ ഇല്ല, ആളെ എന്നും ഫോൺ വിളിക്കും. അവനെന്താ കഴിച്ചതെന്ന് അന്വേഷിക്കാറുണ്ട്. അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം അറിയാം. ഇളയവൻ്റേതും അറിയാം, അവൻ എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവരുടെ ഡ്രസ്സുകൾ, ഇതെല്ലാം സാറ് ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ഫാഷന് എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അത് ഫാഷന് അത് സാറിന് വകജന് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാറുമുണ്ട്. ചില ഫാഷനൊക്കെ വെച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഇഷ്ടപ്പെടാറില്ല, അത് പറയാറുണ്ട്. അത് ചിലതൊക്കെ പിള്ളേർ അതനുസരിച്ച് മാറ്റാറുമുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, വളരെ നല്ല ഒരു കെട്ടുറപ്പുള്ള കുടുംബജീവിതം നിങ്ങൾ നയിക്കുകയാണ്. അപ്പം ആ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് സാറിനോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പോഴത്തെ പല മാതാപിതാക്കളും പറയുന്നുണ്ട്, മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, മക്കൾ പറയുന്നു ഞങ്ങളെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും പലരും പറയാറുണ്ട്. മാതാപിതാക്കൾ പറയാറുണ്ട്, മക്കൾ പറയാറുണ്ട്. അവരോട് സാറിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് സാറിന് എന്താണ് പറയാനുള്ളത്? മക്കൾ നമ്മുടെ തലത്തിൽ നിന്നായിരിക്കരുത് നമ്മൾ മക്കളോട് പറയുന്ന കാര്യം. മക്കൾ ഇപ്പം നമുക്ക് 52 വയസ്സ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 52 വയസ്സ്, എൻ്റെ മക്കൾക്ക് 23 വയസ്സ്, 18 വയസ്സ്, ഇങ്ങനെയൊക്കെ പ്രായമാണ്. അപ്പോൾ അവരുടെ പ്രായവും അവരുടെ ലോകവും കണ്ടു വേണം അവരോട് സംസാരിക്കാൻ. അവരോട് ആ രീതിയിൽ മാത്രമേ നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാവുള്ളൂ. എൻ്റെ ആശയങ്ങൾ അതേപടി അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ആ ഒരാശയങ്ങൾ നമ്മൾ പറയുമ്പം തന്നെ, ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുമ്പം തന്നെ അത് അവരുടെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ അനുവദിച്ചു കൊടുക്കണം. പിന്നെ ഒന്നും നമ്മളൊരു വളരെ കർക്കശമായ രീതിയിലല്ല നമ്മൾ മക്കളോട് സംസാരിക്കേണ്ടത്. നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ചർച്ചകളാണ് ഉണ്ടാകേണ്ടത്. ഈക്വൽ സ്റ്റാറ്റസിൽ മക്കളെ കാണാൻ പഠിക്കണം, ഈക്വൽ സ്റ്റാറ്റസിൽ. അതിന് അപ്പൻ്റെ റോളിൽ നിന്ന് അല്പം ഇറങ്ങണം. ഒരു മകനെ കണ്ടാൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റണം. അല്ലാതെ ഞാൻ അപ്പനാണ് നീ മകനാണ്, ആ ഒരു ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ കീപ്പപ്പ് ചെയ്ത് എന്നെ അനുസരിച്ചോണം എന്നുള്ള ഒരു നിശ്ചയം പാടില്ല. മറിച്ച് നമ്മൾ താഴെ ഇറങ്ങി മക്കളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഫാഷനും നമ്മുടെ സ്റ്റൈലും നമ്മുടെ സംസാരവും നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളും നമ്മൾ
റെഫർ ചെയ്യുന്ന മീഡിയയും ഒക്കെ നമ്മൾ കുറേ മാറണം. അതല്ലാതെ നമ്മൾ ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ നിൽക്കുന്ന മക്കളോട് ഇക്കരെ തന്നെ ജീവിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് താതാത്മ്യപ്പെടാനായിട്ട് പരിശ്രമിക്കണം. അപ്പം നല്ലൊരു അങ്ങനെ പൊരുത്തപ്പെടാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം തീർച്ചയായിട്ടും മക്കൾ അല്പം ഇങ്ങോട്ടും കടന്നു വരും. അപ്പം നമുക്ക് നല്ലൊരു ബന്ധത്തിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സാറ് മാതാപിതാക്കൾക്കുള്ള ഒരു ഉപദേശം പോലെ പറഞ്ഞു. സാറ് ഒത്തിരി വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടുമ്പോൾ വിദ്യാർത്ഥികൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നെ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകരിൽ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് എന്താണ് സാറിന് പറയാനുള്ളത്? മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഒരു കുട്ടി പറയുന്നത് അത് ആ കുട്ടിയുടെ വലിയൊരു ഹൃദയത്തിൻ്റെ ഒരു വിഷമമാണ്, ഒരു സങ്കടമാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മാതാപിതാക്കളുടെ താല്പര്യം എന്താണ്, അവരേത് തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക. അപ്പം വിദ്യാർത്ഥി ഇന്നത്തെ ലോകത്താണ്, അവൻ്റെ താല്പര്യങ്ങൾ ഇന്നതൊക്കെയാണ്. പക്ഷേ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർ വേറൊരു തലമുറയാണ്, ആ ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം ആ കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിന്നെ കുട്ടിയും അതിന് കുറേ തലങ്ങളുണ്ട്. കുട്ടിയുമായിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും, കുട്ടിക്ക് വേണ്ട ട്യൂട്ടോറിയൽ ഹെൽപ്പ് കൊടുക്കേണ്ടി വരും, ആവശ്യമെങ്കിൽ കുട്ടിക്ക് നമ്മളൊരു കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ കുട്ടിയുടെ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് കാര്യമാണ് സപ്പോർട്ട് ചെയ്യാത്തത് നമ്മൾ കുട്ടിയായിട്ട് സംസാരിച്ചാലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതനുസരിച്ച് നമ്മൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം, അതനുസരിച്ച് ആ കുട്ടിയെ നമ്മൾ എംപവർ ചെയ്യണം. എൻ്റെ അപ്പായെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ മനസ്സിൽ വരുന്നത് അപ്പാടെ ഹാർഡ് വർക്കാണ്. അപ്പാടെ ഹാർഡ് വർക്ക്, പിന്നെ അപ്പാടെ ഏത് ജോലിയിലാണേലും അപ്പാടെ സിൻസിയറിറ്റി, പിന്നെ പ്ലാനിങ്, അങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെക്കുറിച്ച് പറയുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എന്നെ എല്ലാ ദിവസവും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എറണാകുളത്തെ ഹോസ്റ്റലിലാണെങ്കിൽ പോലും എൻ്റെ കൂടെ അപ്പാടെ ഒരു സാന്നിധ്യം എനിക്ക് എപ്പോഴും ഉണ്ട്. എല്ലാ ദിവസവും എന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്ത് കഴിച്ചു, ഏതൊക്കെയായിരുന്നു ക്ലാസ്, അതെല്ലാം എന്നെക്കുറിച്ച് ചോദിച്ച് അറിയാറുണ്ട്. ഞാനൊരു പ്രൊഫഷണലായി കഴിഞ്ഞാൽ അപ്പായിൽ നിന്ന് എനിക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പാടെ സിൻസിയറിറ്റി തന്നെയാണ്. അത് എൻ്റെ ജീവിതത്തിൽ പ്രാപ്തമാക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ജീവിത വിജയങ്ങൾ ഉണ്ടാകുമെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്രയും നേരവും തൻ്റെ ജീവിതാനുഭവങ്ങളും കുടുംബവിശേഷങ്ങളും നമ്മോട് പങ്കുവച്ച ജോർജ് കുട്ടി സാറിന് ജീസസ് ദ സിഇഒയുടെ ഹൃദയം നിറഞ്ഞ നന്ദി.